ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ CBSE 6th സ്റ്റാൻഡേർഡിൻ്റെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, റിവിഷൻ, ടെസ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ടായിക്കോട്ടെ ഗ്രൂപ്പ് ആയിട്ടായിക്കോട്ടെ എങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിലും നമ്മുടെ കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് വാട്ടർ, ഫുഡ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ലൈഫ് എലമെൻസിനെ കുറിച്ചായിരുന്നു ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച്, ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ, കുറേ സാധനങ്ങളെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് പറയുന്നത് നോക്കിയേ. നമ്മൾ എഴുതുന്ന പേപ്പർ ഉണ്ട്, പിന്നെ ഒരു മെറ്റൽ കീ ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് റൂളർ, റബ്ബർ ഇറേസർ, പെൻസിൽ, അങ്ങനെ നമ്മുടെ കൈവശമുള്ള കുറേ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം വേറെ വേറെ മാതിരി അല്ലേ. ചിലത് പ്ലാസ്റ്റിക് പോലെ, ചിലത് മെറ്റൽസ്, അങ്ങനെ പല പല മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് പല പല മെറ്റീരിയൽസ്. അപ്പോൾ ഓരോ സാധനങ്ങൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണുള്ളത്, ആ മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ പല പല മെറ്റീരിയൽസിനെ കുറിച്ചും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും, ഓരോരോ സബ്സ്റ്റൻസസ് എങ്ങനെയാണത് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഓൾറെഡി നമ്മുടെ അടുത്ത് എർത്ത് എന്താണ്, എർത്തിനെ കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിങ്ക് ചെയ്യുക എന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോർഷനിൽ അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തിനാണ് എർത്തിലേക്ക് മാത്രമായിട്ട് തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എർത്തിനെ കുറിച്ച് മാത്രം എന്തിനാണ് തിങ്ക് ചെയ്യുന്നത്, അതിനും അപ്പുറം സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുക, സണ്ണിനെ കുറിച്ച് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണിനെ കുറിച്ച് തിങ്ക് ചെയ്യുക. എന്തിനാണ് നമ്മുടെ തിങ്കിങ് എർത്തിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുന്നത്? നമുക്കത് ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിവേഴ്സിൽ എർത്തിനും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊവോക്കേഷൻ തരുവാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെ. അപ്പോൾ സൺ ആയിക്കോട്ടെ, മൂൺ ആയിക്കോട്ടെ, ധാരാളം സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുക. ഇതേപോലെ ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് അപ്പോൾ വരും. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാർസ് എന്തുകൊണ്ട് ഷൈൻ ചെയ്യുന്നു, എർത്ത് എന്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, മൂൺ എന്തിനാണ് നമ്മുടെ എർത്തിനോട് കൂടി ചേർന്ന് നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേൾഡിനെ കുറിച്ചും, അതായത് യൂണിവേഴ്സിനെ കുറിച്ചും തിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലാണെങ്കിലും നമ്മൾ ചെറുതിലേ മുതലേ ഓരോരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ ചെറിയ കാര്യമായിരിക്കും, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളതായിരിക്കും. അതെല്ലാം സത്യം പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബനാന അതെങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെറുതിലെ ആളുകൾ ഇങ്ങനെ ബനാന പീൽ ചെയ്ത് തരുന്നത് ഓർമ്മയിൽ വെച്ചിട്ട് നമ്മൾ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഡിസ്കവറീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കവറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പീനട്ട് അല്ലേ, പീനട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കണ്ടുപിടുത്തങ്ങളാണ്, നമ്മൾ ചെറുതിലേ മുതലേ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും. അതിനെ ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തിയ ഒരു കാര്യത്തിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ധാരാളം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്താറുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. പക്ഷെ നമ്മൾ അറിയുന്നില്ല, ഓക്കെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അതിനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെന്ന് അത് നിന്നുപോയി, സ്റ്റോപ്പായി, അതിൽ നിന്ന് ഇപ്പോൾ ഇങ്ക് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും?
പെട്ടെന്നൊരു പേപ്പർ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കും അല്ലേ, വരച്ച് നോക്കിയിട്ട് എന്നിട്ടും ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ റീഫിലെടുത്ത് മഷി തീർന്നിട്ടുണ്ടോ, ഇങ്ക് ഫിനിഷ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും ഇല്ലേ. അപ്പോൾ അതാണ് നമ്മൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഈ പെൻ സ്റ്റോപ്പായി എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടില്ല, നമ്മൾ അതിന് വേണ്ടുന്ന കാര്യം ആ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ആ പെൻ ഫിനിഷ് ആയത്. ഇനിയിപ്പോൾ ആ പെൻ ഫിനിഷ് ആയിട്ടില്ല, അതിൻ്റെ ഇങ്ക് ഡ്രൈ ആയത് മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ചോദിച്ചപ്പം സെറ, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് സെറ, ഹോപ്പ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ സെറ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ടീച്ചർ ഞാനത് ഊരിയിട്ട് അതിലേക്കൊന്ന് ഊതും, ഇപ്പോൾ ഈ ഇങ്ക് ഡ്രൈ ആയിട്ടുണ്ടെന്നാണെങ്കിൽ ഞാനൊന്ന് ഊതി നോക്കും, അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ഇങ്ക് പിന്നെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എന്നാണ് സെറ എനിക്ക് പറഞ്ഞു തന്ന ആൻസർ. അപ്പോൾ സെയിം അതേപോലെ തന്നെ ഇൻ കേസ് ഇങ്ക് ഡ്രൈ ആയിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ അതിലേക്കൊന്ന് ഊതുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പിന്നെ അതൊന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരോടും പോയിട്ട് അച്ഛ അമ്മ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇങ്ക് സ്റ്റോപ്പായത് അല്ലെങ്കിൽ ഈ പെന്നിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് കൊണ്ടുപോകാണ്ട് നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരു പെൻ സ്റ്റോപ്പായപ്പം അതെന്തുകൊണ്ട് സ്റ്റോപ്പായെന്ന് നമ്മൾ തിങ്ക് ചെയ്തു, അതിന് വേണ്ടുന്ന കാര്യം ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് അത് നമ്മൾ തന്നെ കണ്ടെത്തി അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുമുണ്ട്, അതിന് വേണ്ടുന്ന ആൻസേഴ്സ് നമ്മൾ കണ്ടെത്താറുണ്ട്, ദെൻ അതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അത് നമ്മൾ സോൾവ് ആക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫ്സിൽ തന്നിരിക്കുന്നത്. അപ്പം ഇതും സത്യം പറഞ്ഞ ഒരു സയൻറ്റിഫിക് മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കുന്നതും എന്നിട്ട് നമ്മുടെ തന്നെ ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തുന്നതും ഒക്കെ. ഇനി അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കണ്ടെത്തിയ ഒരു കാര്യം, അതായത് ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തു, ആ പ്രോബ്ലം ഫേസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് തിങ്ക് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി, അങ്ങനെ ചെയ്ത ഒരു കാര്യം എന്താ, അതായത് ഇവിടെ ഇപ്പം നമ്മൾ പെൻ ഓൾറെഡി പറഞ്ഞല്ലേ, പെൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നിന്ന് പോയത്, അതേപോലെ നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആക്ടിവിറ്റി എല്ലാവരും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, ഇതേപോലെ നിങ്ങൾ സോൾവ് ചെയ്തൊരു പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓഫ് കോഴ്സ് ഈ പെന്നിൻ്റെ കേസ് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ, അതേപോലെ വേറൊരു കാര്യം ചെയ്തത് ഇങ്ങനെ തിങ്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ച് കുറേ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടെല്ലാം ഓരോന്നോർത്ത് പഠിച്ച് അങ്ങനത്തെ ഒരു കാര്യമേ അല്ല സയൻസ്. സയൻസ് ഈസ് വെരി ഈസി ടു ലേൺ. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യാം, അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിക്കോട്ടെ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് തിങ്ക് ചെയ്യുക, അതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കി സ്വയം അതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല, നമ്മുടെ ജീവിതകാലം മൊത്തം അത് നമ്മുടെ ഓർമ്മയിൽ കാണും. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ അത് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ കുറേ ഫിഗേഴ്സൊക്കെ ബൈ ഹാർട്ട് ചെയ്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെയും എക്സാം നമ്മൾ എഴുതിയിട്ടിരിക്കുക, എത്ര പേർക്ക് എന്തോരം കാര്യങ്ങൾ ഓർമ്മയുണ്ട് ആ ഒരു ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചത്? മിക്കവർക്കും ഒന്നും ഓർമ്മ കാണത്തില്ല. കാരണം എന്താ, നമ്മൾ അവിടെയെല്ലാം ബൈ ഹാർട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയും മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു തത്രപ്പാടിലായിരുന്നു നമ്മൾ അല്ലേ. അപ്പോൾ അങ്ങനെയല്ല സയൻസ് പഠിക്കേണ്ടത്, നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് സയൻസ് പഠിക്കാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നെക്സ്റ്റ് പേജിൽ നമുക്ക് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ആദ്യം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് നമ്മൾ തിങ്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൈൻഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതെന്താണ് അങ്ങനെ, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് വർക്ക് ആവാത്തത്, അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തു നോക്കും.
അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു ആൻസർ കിട്ടും. അപ്പം നമ്മൾ തിങ്ക് ചെയ്ത് കണ്ടുപിടിച്ച ആൻസറും ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കിട്ടിയ ആൻസറും സെയിം ആണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇവർ ഓൾറെഡി തന്നിരിക്കുന്ന ആ പെന്നിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ പെൻ സ്റ്റോപ്പായി. അപ്പോൾ എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി, ഓക്കെ, മേ ബി അതിൻ്റെ ഇങ്ക് ഫിനിഷ് ആയിരിക്കുന്നതാവാം എന്ന് നമുക്കൊരു ആൻസർ കിട്ടി. ഇനി ആ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കി. അത് ഓപ്പൺ ചെയ്ത് തീർന്നതാണോ ഇല്ലയോ എന്നുള്ളത് നോക്കി. തീർന്നതാണെങ്കിൽ ഓക്കെ, നമ്മുടെ എക്സ്പെരിമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയും നമുക്ക് ഓൾറെഡി ചിന്തിച്ച് നമ്മൾ ഗസ് ചെയ്തെടുത്ത ആൻസറും സെയിം തന്നെയാണെന്ന് നമുക്ക് കിട്ടും. അല്ല, അതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് അടുത്ത ഐഡിയ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. സോ ഇങ്ങനെയാണ് നമ്മൾ സയൻസ് പഠിക്കേണ്ടത്. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അല്ലെ ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാതെ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു ലേണിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ആരാണ് സയൻറ്റിസ്റ്റ് എന്നാണ്. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തേഡിലൂടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ഡിസ്കവറീസ് അല്ലെങ്കിൽ ന്യൂ ഇൻവെൻഷൻസ് ഒക്കെ നടത്തുന്ന ആളുകളെ നമ്മൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ നമ്മളൊന്ന് ഡേ ടു ഡേ ലൈഫിലൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാർ അവർ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന്, ഇപ്പം പ്രഷർ കുക്കറിനകത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഒത്തിരി വെള്ളം ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? അത് പ്രഷർ പോകുന്ന കൂട്ടത്തിൽ ആ വെള്ളവും കൂടെ പുറത്തേക്ക് വരും. അപ്പം നമ്മുടെ അമ്മമാരാണ് ഈ ഒരു സ്റ്റേജിലെങ്കിൽ അവരെന്ത് ചെയ്യും? വെള്ളം കൂടി പോയിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് അവർ തിങ്ക് ചെയ്യും. എന്നിട്ട് അവരത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ആ വെള്ളം കൂടിയതാണോ എന്താ സംഭവം എന്നുള്ള അവർ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അവരും ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവിടെ കണ്ടെത്തുകയല്ലേ ചെയ്തത്. അപ്പോൾ അതാണ് ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ പ്രോബ്ലംസിന് ഓരോരോ സൊല്യൂഷൻസ് ഇതേപോലെ കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്താണെന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്. സയൻറ്റിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ. പിന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമ്മുടെ ബൈസൈക്കിളിൻ്റെ അത് ഫ്ലാറ്റായി അല്ലെങ്കിൽ അത് പഞ്ചറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടുത്തെ ആൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പഞ്ചറായത്, അല്ലെങ്കിൽ എവിടെ കൂടെയാണ് എയർ ലീക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് ആ ഒരു പഞ്ചർ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തും അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ അത് കണ്ടെത്തുന്നു, അത് സോൾവ് ചെയ്യുന്നു. ഇനി ഇപ്പോൾ ഒരു ബൾബ് നമ്മുടെ വീട്ടിൽ കത്തുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇലക്ട്രീഷ്യനെ കോൾ ചെയ്യാം. ആ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ബൾബിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നു. ഇനി സ്വിച്ചിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഹോൾ വയറിംഗ് സിസ്റ്റത്തിൽ എവിടെയാണ് ആ ഒരു പ്രോബ്ലം എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ആ ഒരു മെക്കാനിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അമ്മമാരായിക്കോട്ടെ, ഇവരെല്ലാവരും ആ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ ആളുകളാണല്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും ഇതേപോലെ തന്നെ എന്തെങ്കിലും, ഇപ്പം നമ്മുടെ ആ പെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മളും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലേ, അതേപോലെ തന്നെ എല്ലാ ആളുകളും അവരുടെ ചുറ്റുമുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ അവർ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സയൻറ്റിസ്റ്റ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതേപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ ആരെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം. കൊള്ളാലോ, ഇയാളും ഒരു സയൻറ്റിസ്റ്റ് ആണല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമുക്ക് നോക്കിയാൽ ഒരുപാട് എക്സാമ്പിൾസ് കാണും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ നെയ്ബർഹുഡിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ആക്ടിവിറ്റി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. കാരണം അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ, നമുക്ക് ചുറ്റുമുള്ള ആളുകളും സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സയൻസും കൂടെ പഠിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേസ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സയൻസും കൂടെ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ, കുറച്ചുകൂടെ ബിഗർ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കുറേ കൂടെ നോളജൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഡിസ്കവറീസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇനിയും ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ, ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് കണ്ടെത്താനായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാനായിട്ടോ ഒക്കെ നമുക്ക് സാധിക്കും ഈ ഒരു സയൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് നമുക്ക്
സയൻസ് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ, ഒരുപാട് മിസ്റ്ററീസൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് വലിയ വലിയ സയൻറ്റിസ്റ്റുകളായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഒരു കാര്യം വേണം. എന്താ അത്? ക്യൂരിയോസിറ്റി. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് നന്നായിട്ട് ക്യൂരിയസ് ആയിരിക്കും. ചുറ്റും എന്താണോ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം അങ്ങനെ ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. ആ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനായിട്ട് സാധിക്കും. ആ ചിന്തയിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ക്യൂരിയസ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക്. അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുക. ഒരുപാട് ഒബ്സർവേഷൻസ് വേണം. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം. ഒരുപാട് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് അറിയാനായിട്ടുണ്ട് അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്കവറീസ് ഒക്കെ നടത്താനും സയൻറ്റിസ്റ്റുകളാകാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കും. ഇനിയും നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞല്ലേ, ക്വസ്റ്റ്യൻസ് ചോദിക്കണം, തിങ്ക് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ളത്. പെട്ടെന്ന് വൈ എന്ന് ചേർത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ അതെന്താണെന്നൊന്ന് പറയാം. ഓക്കെ, അതാണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുറേ നാളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വെച്ച് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ അതെന്താണെന്ന് ഒന്ന് എഴുതി നോക്കുക. അതാണ് ഈ ഒരു ആക്ടിവിറ്റി. ഇനി സയൻസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ ഗ്രൂപ്പായിട്ടിരുന്നായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കവറീസ് ഒക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സയൻസ് അങ്ങനെയാണ് കേട്ടോ. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്തും അതേപോലെ തന്നെ കുറച്ചുകൂടെ ഫണ്ണോട് കൂടിയിട്ടും കുറേ കൂടെ ഐഡിയാസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, എല്ലാവരുടെയും തലയിൽ ഓരോരോ ഐഡിയാസ് വരും അല്ലേ? അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ ഐഡിയാസും അവരുടെ തിങ്കിങ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും കൂടെ നമുക്ക് ഈ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ, നമുക്ക് കുഞ്ഞു കുഞ്ഞു തലകളല്ലേ ഇപ്പോൾ ഉള്ളത്. അത് കുറച്ചുകൂടെ വലുതാവട്ടെ, അപ്പം നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ അപ്പം പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഈ കുഞ്ഞു തലയ്ക്കകത്തേക്ക് നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഈ വർഷം പഠിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സയൻസിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ 7th സ്റ്റാൻഡേർഡ്, 8th സ്റ്റാൻഡേർഡ്, 9th, 10th അങ്ങനെ അങ്ങോട്ട് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കും കേട്ടോ. അപ്പോൾ ഈ വർഷം കുറച്ചേ പഠിച്ചുള്ളൂ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ ഡിസ്കസ് ചെയ്തു എന്നുള്ളൂ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വർഷങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ പഠിക്കും കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജ് ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ മഴയത്ത് കളിച്ചിട്ടുണ്ട് അല്ലേ? വീട്ടിൽ നിന്ന് തല്ല് കിട്ടിയിട്ടുണ്ട്, അത് വേറൊരു കാര്യം പോട്ടെ. അല്ലെങ്കിൽ നമ്മൾ മഴയത്ത് കളിക്കില്ല. മഴയൊക്കെ വരുമ്പോൾ എന്ത് രസമാണ്. പുറത്തിറങ്ങി ഒന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് കാണാനും നല്ല രസമാണ്, അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കളിക്കാനും നല്ല രസമാണ് അല്ലേ? അപ്പം അതേപോലെ മഴ നമ്മൾ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നു, അതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സയൻസ്. ഒരുപാട് നമുക്ക് ചിന്തിച്ച് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സയൻസ്. നമ്മുടെ സയൻറ്റിഫിക് ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളെയൊക്കെ ചെറിയ ചെറിയ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റും ആയിക്കോട്ടെ അല്ലേ, ആക്കിയിട്ടേ ഈ ക്യൂരിയോസിറ്റി ഇനി റെസ്റ്റ് എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ സയൻസിനെ പഠിക്കണം. അപ്പോൾ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സയൻസിൻ്റെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. 2nd ചാപ്റ്റർ മുതലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം എങ്ങനെയാണ് സയൻസ് പഠിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പം നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെന്താ, നമുക്ക് റിവിഷൻസ്, ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ നടത്താം. അപ്പം നമുക്ക് നല്ല വൃത്തിക്ക് അവിടെ പഠിക്കുകയും ചെയ്യാം അല്ലേ? സോ എല്ലാവരും ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.